നമ്മൾ തിരുവമ്പാടിയിലേക്ക് പോകുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്കാണ്. കൊടിയേറി കഴിഞ്ഞിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങൾ ഇനി പൂര ആവേശത്തിൻ്റെ നാളുകളാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ച് പൂരത്തിന് കൊടിയേറിയിരിക്കുകയാണ്. തിരുവമ്പാടിയിൽ ഇപ്പോൾ മേൽശാന്തിമാർ കൊടിക്കൂറ ഉയർത്തിക്കൊണ്ട് കൊടിയേറ്റം നടന്നിരിക്കുകയാണ്. ഇനി പാറമേക്കാവിൽ കൂടി കൊടിയേറാനുണ്ട്. സൂരജ് സജി വിശദാംശങ്ങളുമായി. സൂരജ്, അങ്ങനെ മറ്റൊരു പൂരക്കാലത്തിന് കൂടി പൂരാവേശത്തിന് കൊടിയേറിയിരിക്കുന്നു, വിവരങ്ങൾ. അനുജ, മറ്റൊരു പൂരക്കാലത്തിന് കൂടി അങ്ങനെ കൊടിയേറിയിരിക്കുകയാണ്. വലിയ ആവേശത്തോടു കൂടി ശക്തന്റെ മണ്ണിൽ വീണ്ടും ഒരു പൂരത്തിന് കൊടിയേറിയിരിക്കുന്നു. വലിയ ആവേശം അത് അലതല്ലുകയാണ്. തിരുവമ്പാടിയിലുടനീളം നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ തിരുവമ്പാടി ക്ഷേത്രത്തിൽ ആവേശപൂർവ്വം ഈ ഒരു പൂരക്കാലത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കൊടിയേറ്റ് ചടങ്ങുകൾ നടന്നു. അതിൽ സാംസ്കാരിക പ്രവർത്തകർ, മന്ത്രിമാർ, MLA മാർ തുടങ്ങി പൂരപ്രേമികളടക്കം പങ്കെടുത്തുകൊണ്ടുള്ള വിപുലമായ ചടങ്ങ് അത് ഓരോ വർഷം ചെല്ലും തോറും തൃശ്ശൂരുകാരെ സംബന്ധിച്ച് എങ്ങനെ മികവുറ്റതാക്കാം ഓരോ പൂരം എന്നുള്ളതാണ്. ഒരു പൂരം കഴിയുമ്പോൾ അടുത്ത പൂരക്കാലം വരെ അവർ ആലോചിക്കുന്നു. അങ്ങനെ വലിയ ആവേശത്തോടു കൂടി തന്നെ അവരെല്ലാവരും ഈ പൂരത്തെ വരവേറ്റിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ സ്ഥാപിച്ച ഈ കൊടിമരത്തെ തൊട്ടു വണങ്ങുന്നതിന് വേണ്ടിയൊക്കെ ആളുകൾ എത്തുന്നതാണ്. നമ്മളോടൊപ്പം മന്ത്രി K രാജൻ കൂടി ചേരുകയാണ്. മിനിസ്റ്റർ, എങ്ങനെയുണ്ട്? പൂരത്തിന്റെ അഭിമാനകരമായിട്ടുള്ള തുടക്കമാണ് കുറിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ തിരുവമ്പാടി ഭഗവതിയാണ് ആദ്യം കൊടിയേറുന്നത്. ഈ കൊടിയേറ്റത്തോടുകൂടി തൃശ്ശൂരിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ വർണ്ണവിസ്മയം തീർക്കാവുന്ന തൃശ്ശൂർ പൂരം ഔപചാരികമായി ആരംഭിക്കുകയാണ്. എല്ലാ വർഷത്തേക്കാൾ ഗംഭീരമാകും ഇത്തവണത്തെ പൂരം. അതാണ് നമ്മളോടൊപ്പം സംസാരിച്ചത് മന്ത്രി K രാജനാണ്. വലിയ ആവേശത്തോടു കൂടി എല്ലാവരും ഏറ്റെടുക്കുന്നു. ഇനി പാറമേക്കാവിൽ കൂടി ഈ കൊടിയേറുന്നതോടുകൂടി ഈ പൂരം അതിന്റെ ആവേശത്തിലേക്ക് കടക്കും. ഇനി ദിവസങ്ങൾ, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ്. നാലാം തീയതി ഈ സാമ്പിൾ വെടിക്കെട്ട് നടക്കും. സാമ്പിൾ വെടിക്കെട്ടിൽ പോലും വലിയ സസ്പെൻസുകൾ കരുതി വെക്കുന്നുണ്ട് പാറമേക്കാവും തിരുവമ്പാടിയും. അതിനപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ 5-ാം തീയതി പൂരവിളംബരം. എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുര നട തുറന്നെത്തി നിലപാട് തറയിലെത്തി 3 തവണ ശംഖ് വിളിക്കുന്നതോടുകൂടി പൂര വിളംബരമാകും. 7-ാം തീയതിയാണ് തൃശ്ശൂർ പൂരം. ലോകത്തിന് തന്നെ തൃശ്ശൂർ സമ്മാനിച്ച ഏറ്റവും വലിയ മേള, ഏറ്റവും വലിയ മാമാങ്കം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട തൃശ്ശൂർ പൂരം അരങ്ങേറുക 7-ാം തീയതിയാണ്. അന്ന് രാവിലെ മുതൽ, അതായത് പുലർച്ചെ കണിമംഗലം ശാസ്താവിന്റെ വരവാണ്. വെയിലും മഴയും കൊള്ളാതെ കണിമംഗലം ശാസ്താവ് ആദ്യം വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എത്തും. പിന്നാലെ ഘടകക്ഷേത്രങ്ങളെത്തും. തിരുവമ്പാടിയും പാറമേക്കാവും എത്തും. 2:30 ലോകത്തെ തന്നെ ഏറ്റവും വലിയ സിംഫണിയായിട്ടുള്ള ഇലഞ്ഞിത്തറമേളം അരങ്ങേറുക. അത് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തോടു കൂടി തെക്കോട്ടിറക്കവും കുടമാറ്റവും രാത്രി കൂട്ടപ്പൊരിച്ചിലുമാകുമ്പോൾ എല്ലായിടത്തും, അതായത് കുടമാറ്റത്തിലടക്കം പല സസ്പെൻസുകളും ഒളിപ്പിക്കുന്നുണ്ട്. ഇത്തവണ തൃശ്ശൂരുകാരെ സംബന്ധിച്ച് പലപ്പോഴും ഈ ആനയെഴുന്നള്ളിപ്പും വെടിക്കെട്ടും ഒക്കെ ആശങ്കയായി എത്താറുണ്ടെങ്കിൽ ഇക്കുറി എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട്, തുടക്കത്തിൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് മികവുറ്റൊരു സംഘാടനത്തോടു കൂടിയാണ് ഈ പൂരത്തെ വരവേൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആവേശമാണ് എല്ലായിടത്തുമുള്ളത്. അനുജ, അതാണ് പൂരാവേശത്തിലേക്ക് തൃശ്ശൂർ കടന്നിരിക്കുന്നു. ഇനിയുള്ള നാളുകൾ പൂരത്തിൻ്റെ ലഹരിയിലാകും തൃശ്ശൂർ. കേരളം ഒന്നാകെ പൂരാവേശത്തിലേക്ക് അമരാൻ പോവുകയാണ്. ഇനി സാമ്പിൾ വെടിക്കെട്ട്, അതിലുൾപ്പെടെ സസ്പെൻസുകൾ തീർത്തിട്ടുണ്ട് തിരുവമ്പാടിയും പാറമേക്കാവും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാത്തിരിക്കുന്ന ഇവൻറ്റുകളാണ് ഈ പറയുന്ന സാമ്പിൾ വെടിക്കെട്ട് ഉൾപ്പെടെയുള്ളത്. പൂരനഗരി ആവേശത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇനി പാറമേക്കാവിൽ കൂടി കൊടിയേറാനുണ്ട്. അല്പസമയം മുൻപാണ് തിരുവമ്പാടിയിൽ കൊടിയേറ്റ് നടന്നത്. സൂരജ്, ചില ആശങ്കകളൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നു. വെടിക്കെട്ട് നടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രണങ്ങൾ, പിന്നീട് അതെല്ലാം മാറി സാധാരണ രീതിയിൽ തന്നെ ഇക്കുറിയും പൂരം നടക്കും എന്നല്ലേ? അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ വെടിക്കെട്ടൊക്കെ സംബന്ധിച്ച് വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ. പക്ഷേ ആ ആശങ്കകളെല്ലാം നീങ്ങിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇത്തവണ പൂരപ്രേമികൾക്ക് കൂടുതൽ അടുത്തു നിന്നുകൊണ്ട് ഈ വെടിക്കെട്ട് കാണാൻ സാധിക്കുമെന്ന ആശ്വാസകരമായ കാര്യം കൂടിയുണ്ട്. കാരണം ഈ സ്വരാജ് റൗണ്ടിലൊക്കെ ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇക്കുറി അത്തരം നിയന്ത്രണങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സ്വരാജ് റൗണ്ടിൽ നിന്ന് തന്നെ ഈ വെടിക്കെട്ട് കാണാൻ കഴിയുന്ന തരത്തിലാണ് അതിൻ്റെ സംഘാടനമെല്ലാം തന്നെ നടത്തിയിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് ഈ സ്വരാജ് റൗണ്ടിൽ നിന്ന് ഈ പൂരം കാണുന്നതിന് എല്ലാം തന്നെ സാധിക്കും. അത്തരത്തിലുള്ള സംഘാടനം എല്ലാം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു മുന്നൊരുക്കത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഈ 4-ാം തീയതിയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ ആദ്യ വെടിക്കെട്ട്, അതായത് സാമ്പിൾ വെടിക്കെട്ട് നടക്കുക. അതിനുശേഷം 5-ാം തീയതി പൂര വിളംബരം, 6-ാം തീയതി ഈ പ്രധാന പൂരത്തിലേക്ക്, അതായത് തൃശ്ശൂർ പൂരത്തിലേക്ക് കടക്കും. 7-ാം തീയതി പുലർച്ചെയാണ് ഈ മെയിൻ വെടിക്കെട്ട്, അതായത് കൂട്ടപ്പൊരിച്ചിലടക്കം ഉണ്ടാവുക 7-ാം തീയതിയാണ്. 7-ാം തീയതി ഉച്ചയോടുകൂടി ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെയാണ് ഇനിയുള്ള ചടങ്ങുകൾ നീണ്ടു നിൽക്കുക. തൃശ്ശൂരുകാരെ സംബന്ധിച്ച് ഈ 7-ാം തീയതി നടക്കുന്ന പൂരം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അനുജ, അതോടൊപ്പം തന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, അടുത്ത വർഷത്തെ പൂരം അതിൻ്റെ ഒരു തീയതിക്കൊരു കൗതുകം കൂടിയുണ്ട് അനുജ. അതായത് അടുത്ത വർഷത്തെ പൂരം നടക്കുന്നത് 26/4/26 അടുത്ത കൊല്ലത്തെ പൂരം എന്നുള്ളത്. അതായത് ഒരു ഫാൻസി നമ്പറാണ് അടുത്ത കൊല്ലത്തെ പൂരത്തിനും കാത്തിരിക്കുന്നത്. അങ്ങനെ തൃശ്ശൂരുകാരെ സംബന്ധിച്ച് ഇനിയുള്ള ഒരാഴ്ച എന്ന് പറയുന്നത് അവർക്ക് പൂരത്തിന്റെ ആവേശം അലതല്ലുന്ന ദിവസങ്ങളാണ് അനുജ. ശരി, തൃശ്ശൂർ പൂരത്തിന് കൊടിയേറിയിരിക്കുന്നു. ഇനിയുള്ള ഒരാഴ്ചക്കാലം പൂരാവേശത്തിലാകും തൃശ്ശൂർ നഗരി.